Hi all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെഷ് അനാലിസിസ് അതായത് കിർച്ചോഫ്സ് ലോന്റെ അപ്ലിക്കേഷൻ്റെ അതായത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ കിർച്ചോഫ്സ് കറണ്ട് ലോ ഈ രണ്ട് ലോയും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ അപ്ലിക്കേഷൻ ആയിരുന്നു മെഷ് അനാലിസിസ് അല്ലെങ്കിൽ ലൂപ്പ് അനാലിസിസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസും ചെയ്തു. ഇനി മൂവിങ് ഫോർവേഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് കറണ്ട് ലോ. ഓക്കെ, KCLന്റെ അപ്ലിക്കേഷൻ ആണ്. അതായത് കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട്? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ കറണ്ട് എൻട്രിങ് ടു എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലിവിങ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് അവിടുന്ന് പോകുന്ന ടോട്ടൽ കറണ്ടും അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് നെറ്റ് കറണ്ട് ഇൻ ദാറ്റ് ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ജംഗ്ഷനിലുള്ള അൾജിബ്രിക് സം ഓഫ് കറണ്ട് എന്താണ്? 0 ആയിരിക്കും എന്നാണ് കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ആണ് നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് എന്ന് പറയും. KVLന്റെ അപ്ലിക്കേഷൻ ആയിരുന്നു മെഷ് അനാലിസിസ്. അപ്പൊ KCL അപ്ലിക്കേഷൻ ആണ് നോഡ് വോൾട്ടേജ് അനാലിസിസ്. നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ്? അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടും. മെഷ് അനാലിസിസ് ചെയ്ത പോലെ തന്നെയാണ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അത് ക്രാമേഴ്സ് റൂളോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്തിട്ട് ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതുമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോഡ് വോൾട്ടേജ് അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്പ്, മെഷ് അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് പ്രോബ്ലം ചെയ്തു. നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ നോഡ്. അതായത് നമുക്കറിയാം നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more സർക്യൂട്ട് എലമെന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോഡ് എന്ന് പറയുക. അപ്പോൾ 3 or more സർക്യൂട്ട് എലമെന്റ് മീറ്റ് ചെയ്യുന്നതിന് എന്താ നമ്മൾ പറഞ്ഞത്? ജംഗ്ഷൻ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറയാം. അതായത് 3 or more സർക്യൂട്ട് എലമെന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ജംഗ്ഷൻ എന്ന് പറയും. അതിനെ തന്നെ നമ്മൾ പ്രിൻസിപ്പൽ നോഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ നോഡല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്, പ്രിൻസിപ്പൽ നോഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ആ ഗിവൺ സർക്യൂട്ടിലെ പ്രിൻസിപ്പൽ നോഡ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ആ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് ഒരു നോഡ് നമ്മൾ റെഫറൻസ് നോഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ നോഡ് ആൻഡ് വൺ നോഡ് ഈസ് ട്രീറ്റഡ് ആസ് റെഫറൻസ് നോഡ്. ഒരു നോഡിനെ റെഫറൻസ് നോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ നോഡിൽ നിന്നും ഓരോ നോഡിൽ നിന്നും റെഫറൻസ് നോഡിലേക്കുള്ള കറണ്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ദ കറണ്ട് ഇൻ ഈച്ച് നോഡ്. ഓരോ നോഡിൽ നിന്നും കറണ്ട് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ കറണ്ട് മാർക്ക് ചെയ്യുന്ന എല്ലാ നോഡിൽ നിന്നും ഔട്ട്വേർഡ് ആയിട്ടാണ് കറണ്ട് മാർക്ക് ചെയ്യുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ KCL അപ്ലൈ ചെയ്തിട്ട് അതിന്റെ കറണ്ടിന്റെ ഇക്വേഷൻ കാണാം. ദെൻ ഇക്വേഷൻ ക്രാമേഴ്സ് റൂളോ മെട്രിക്സ് മെത്തേഡോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റോ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്തെടുക്കുക. ദീസ് ആർ ദ പ്രൊസീജിയർ. ഞാനൊരു പ്രോബ്ലം ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അതിൽ ഐഡിയ കിട്ടും. അപ്പോൾ സ്റ്റെപ്സ് ഞാൻ 4 സ്റ്റെപ്പ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോഡ് വോൾട്ടേജ് അനാലിസിസിന്റെ സ്റ്റെപ്സ് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റെപ്സ് വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിനുശേഷം KTU യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പേപ്പറിലെ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം, അതായത് ഒരു സർക്യൂട്ട് അവർ തന്നിട്ടുണ്ട്. അപ്ലൈ നോഡൽ അനാലിസിസ് ആൻഡ് ഫൈൻഡ് ദ കറണ്ട് ത്രൂ 1 ohm റെസിസ്റ്റർ. ഈ 1 ohമിലൂടെയോ അല്ലെങ്കിൽ 3 ohമിലൂടെയോ 2 ohമിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. ഇങ്ങനെയാണ് പ്രോബ്ലം തരിക. അപ്പോൾ അപ്ലൈ നോഡൽ അനാലിസിസ് ആൻഡ് ഫൈൻഡ് കറണ്ട് ത്രൂ 1 ohm റെസിസ്റ്റർ ഓർ 3 ohm റെസിസ്റ്റർ ഓർ 2 ohm റെസിസ്റ്റർ. ഏതെങ്കിലും ഒരു റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സർക്യൂട്ട് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ നോഡ് ആൻഡ് ട്രീറ്റ് വൺ നോഡ് ആസ് റെഫറൻസ് നോഡ്. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ നോഡ് എന്ന് പറഞ്ഞാൽ 3 or more സർക്യൂട്ട് എലമെന്റ്സ് വരുന്നത്. അപ്പോൾ ഇതൊരു പ്രിൻസിപ്പൽ നോഡാണ്. ഇവിടുന്ന് ഒരു എലമെന്റ്, ഈ എലമെന്റ്, ഈ എലമെന്റ്. അപ്പോൾ ഇത് നമുക്ക് പ്രിൻസിപ്പൽ നോഡായിട്ട് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ നോഡ്, ഇതൊരു പ്രിൻസിപ്പൽ നോഡാണ്. ലെറ്റ് ഇറ്റ് ബി V1. ഇനി
രണ്ടാമത്തെ പ്രിൻസിപ്പൽ നോഡ് ഏതാ? ഇവിടെ ഉണ്ട് ഒരു പോയിന്റ് നോഡ്, ലെറ്റ് ബി v2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിൽ ഒരു നോഡിനെ നമ്മൾ റെഫറൻസ് നോഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എല്ലാത്തിലും നമ്മൾക്ക് താഴെയുള്ള നോഡിനെയാണ് നമ്മൾ റെഫറൻസ് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് എല്ലാത്തിനും. അപ്പോൾ v2 റെഫറൻസ് നോഡ് എന്ന് പറഞ്ഞാൽ v റെഫറൻസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ v2 നമുക്ക് എന്ത് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എല്ലാത്തിലും ഇതേ പ്രൊസീജിയറാണ്. അപ്പോൾ പ്രിൻസിപ്പൽ നോഡ് മാർക്ക് ചെയ്തു, അതിൽ ഒരു നോഡ് അടിയിൽ ബോട്ടം പാർട്ടിൽ വരുന്നതിനെ നിങ്ങൾ എല്ലായ്പ്പോഴും റെഫറൻസ് നോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഈ പ്രിൻസിപ്പൽ നോഡിൽ നിന്നും റെഫറൻസ് നോഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നോഡിൽ എന്ത് ചെയ്യുക? കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പൊ കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് ഈ നോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട്. എപ്പോഴും നമ്മൾ ഈ നോഡിൽ നിന്നും ഔട്ട്വേർഡ് ആയിട്ടാണ് എല്ലാത്തിലും, ഏത് നോഡാണോ കൺസിഡർ ചെയ്യുന്നത് അതിൽ നിന്നും ഔട്ട്വേർഡ് ആയിട്ടാണ് നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിനെ ലെറ്റ് ഇറ്റ് ബി I1, ഇതിലൂടെയുള്ള കറണ്ട് ലെറ്റ് ഇറ്റ് ബി I2, ഇത് I3. ഇത് പിന്നെ റെഫറൻസ് നോഡാണ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആണ്. അങ്ങനെ നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ നമ്മളെ പ്രിൻസിപ്പൽ നോഡ് v1 എന്ന് പറയുന്ന നോഡിൽ നിന്നും റെഫറൻസ് നോഡ് വരെയുള്ള ലൂപ്പിലുള്ള അവിടെ നമ്മൾ KCL അപ്ലൈ ചെയ്യുക. അപ്പൊ തേർഡ് സ്റ്റെപ്പ് അപ്ലൈ KCL അല്ലേ? അപ്പൊ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാണ്. ഓക്കെ, അപ്ലൈ KCL അറ്റ് നോഡ് v1 എന്ന് പറയുന്ന നോഡിൽ KCL അപ്ലൈ ചെയ്യാണ്. അപ്പൊ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ടോട്ടൽ കറണ്ട് ഇൻ ദാറ്റ് ജംഗ്ഷൻ, അൾജിബ്രിക് സം ഓഫ് കറണ്ട് ഇൻ ദാറ്റ് ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ I1 ഉണ്ട്, I2 ഉണ്ട്, I3 എല്ലാം ഔട്ട്വേർഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അൾജിബ്രിക് സം 0 ആണ്. സോ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0 അല്ലേ? അത് നമ്മൾ എഴുതി, അപ്ലൈ KCL അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ആ I1ഉം I2ഉം I3ന്റെ ഒക്കെ ഇക്വേഷൻ കാണാം. അപ്പൊ അതെങ്ങനെ എടുക്കുക? v1ൽ നിന്നും I1 ഇങ്ങനെ ഒന്ന് റെഫറൻസിലേക്ക് വരെയുള്ള ഇക്വേഷൻ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം? v1 എന്നാ തുടങ്ങാം. അപ്പൊ എപ്പോഴും നമ്മൾ ഏത് നോഡാണോ കൺസിഡർ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കും. അപ്പൊ v1ന്റെ ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുമ്പോൾ I1ന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ I is equal to എന്താ? v/r ആണ്. അപ്പൊ ഇവിടുത്തെ v എന്ന് പറഞ്ഞാൽ v1. ഇനി അതിലൂടെ വേറൊരു വോൾട്ടേജ് സോഴ്സും കൂടി ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്. അപ്പൊ ഏതാ സിമ്പൽ വരിക? നമ്മൾ സൈൻ കൺവെൻഷനിൽ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് അല്ലെ? മെഷ് അനാലിസിൽ പഠിച്ചു. അപ്പോൾ -10. ദെൻ പിന്നെ അവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ. അപ്പോൾ ടോട്ടൽ അവിടുത്തെ എല്ലാ വിയും നമ്മൾ കൺസിഡർ ചെയ്തു, v/r. ഈ ഒരു ലൂപ്പിൽ വരുന്ന r എന്ന് പറഞ്ഞാൽ 2 ആണ്, 2. ദെൻ അപ്പൊ I1 എഴുതി. ഇനി I2ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? പ്ലസ്, ഇതാണ് I2. അപ്പൊ ഇവിടുന്ന് തുടങ്ങാം v1, എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ v1. അവിടെ വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൈനസ് ഒന്നുമില്ല, അതായത് -v2 ഉണ്ട്. എല്ലാത്തിലും നോക്ക്, ഇതിൽ നോക്ക്, I1ൽ നോക്ക്, v1 -10 -v2 എന്നുണ്ട്. പക്ഷെ v2 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. v2 എല്ലാത്തിലും കൺസിഡർ ചെയ്യണം, അത് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെയാണ്, v1 -v2 ഡിവൈഡഡ് ബൈ 1 ആ. v2 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. അപ്പൊ v1 ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് 1 പ്ലസ് അടുത്തത് I3ന്റെ ഇക്വേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. v1 മൈനസ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്, 7. പിന്നെ -v2 ഉണ്ട്, എഴുതണോ? വേണ്ട അല്ലെ, 0 ആണ്. ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ 3 which is equal to 0. ഇതാണ് നമ്മുടെ KCL അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതിനെന്ത് ചെയ്യുക? LC എടുക്കുക. LC എടുക്കാൻ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്നു അല്ലെ? 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ LC എത്ര എടുക്കാം? നമുക്ക് 6 എടുക്കാം അല്ലെ? അപ്പൊ LCM 6 എടുക്കണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ LCM 2 എടുത്താൽ ബാക്കി പുറത്ത് ചെയ്താൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into v1 നോക്കാം, 3 into v1 minus 10. Then പ്ലസ് ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 6v1. ഇവിടെയോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 2 into v1 minus 7, v1 minus 7 which is equal to ഡിവൈഡഡ് ബൈ 6 ഉണ്ടാവും, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ which is equal to 0. അതായത് LC എടുക്കാറുമ്പോൾ ഡിവൈഡ് ബൈ 6 വരും, ആ 6 ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. 3v1 minus 30 plus 6v1 plus 2v1
മൈനസ് 14 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി സോൾവ് ചെയ്യുക. V1 ഒക്കെ എടുക്കുക. 3V1 ഉണ്ട്, 6V1 ഉണ്ട്, 2V1 ഉണ്ട്. അപ്പോൾ എത്ര വരിക? 11V1. ദെൻ മൈനസ് 30 ഉണ്ട്, മൈനസ് 14 ഉണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 44 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 11V1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 44 അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ പ്ലസ് 44. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു എന്താ വരിക? 44/11 വിച്ച് ഇസ് ഈക്വൽ ടു എക്സാക്ട്ലി 4 വോൾട്ട്. V1ന്റെ വാല്യൂ കിട്ടി. എത്ര വരിക? 4 വോൾട്ട്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ കറണ്ട് ത്രൂ 1 ohm അല്ലെങ്കിൽ 3 ohm, 2 ohm. അപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് ത്രൂ 1 ohm ആണ് കൺസിഡർ ചെയ്യുക. കറണ്ട് I ത്രൂ 1 ohm. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 ohമിലൂടെ പോകുന്ന കറണ്ട് ഏതാ? ഈ I2 എന്നുള്ള കറണ്ട് അല്ലേ? ആ I2ന്റെ ഇക്വേഷൻ എന്താ? V1/1 എന്ന് പറഞ്ഞാൽ V1/1, അതായത് V1/1 വിച്ച് ഇസ് ഈക്വൽ ടു V1 എന്താ? 4 വോൾട്ട്. അപ്പോൾ 1 ohമിലൂടെ പോകുന്ന കറണ്ട് 4 വോൾട്ട് തന്നെയാണ്. സോറി, 4 ആംപിയർ. വോൾട്ട് അല്ല, 4 ആംപിയർ. ഇനി I ത്രൂ 2 ohm ആണെങ്കിലോ? I ത്രൂ 2 ohm നിങ്ങൾ പറഞ്ഞേ 2 ohമിലൂടെ, സോറി I ത്രൂ 2 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്. I1ന്റെ ഇക്വേഷൻ എന്താ? V1 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2. V1 എത്രയാ? 4 മൈനസ് 10 ഡിവൈഡ് ബൈ 2, അതായത് മൈനസ് 6/2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3. മൈനസ് വരാനുള്ള കാരണം, കറണ്ട് മൈനസ് വരാനുള്ള കാരണം നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ അസ്യൂം ചെയ്താണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നതെന്ന് അർത്ഥം. ഇനി കറണ്ട് ത്രൂ 3 ohm എങ്ങനെയാണ് എടുക്കുക? I ത്രൂ 3 ohm പറഞ്ഞ I3 ആണ്. അപ്പോൾ I3ന്റെ എന്താണ്? V1 മൈനസ് 7/3. V1 മൈനസ് 7/3 വിച്ച് ഇസ് ഈക്വൽ ടു V1 എത്രയാ? 4 മൈനസ് 7/3 which is equal to minus 3/3 equal to minus 1 ആംപിയർ. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ നോഡ് വോൾട്ടേജ് അനാലിസിസ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരൊറ്റ പ്രിൻസിപ്പൽ നോഡ് വരുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഫർദർ KTUവിൽ ചോദിച്ച പ്രോബ്ലംസും കാര്യങ്ങളും നമുക്കൊന്നുകൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. ഫൈൻ, ഓക്കെ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സർക്യൂട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച് യൂസിങ് നോഡൽ അനാലിസിസ്. നോഡൽ അനാലിസിസ്, നോഡ് വോൾട്ടേജ് അനാലിസിസ് അപ്ലൈ ചെയ്തിട്ട് ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ നോഡ്. അപ്പോൾ ഇത് നോഡല്ല, കാരണം രണ്ട് സാധാരണ നോഡാണ്, പക്ഷെ പ്രിൻസിപ്പൽ നോഡല്ല. 3 or more ഇത് വരണം. അപ്പോൾ ഇതൊരു പ്രിൻസിപ്പൽ നോഡാണ്. ലെറ്റ് ഇറ്റ് ബി V1. ഇത് അടുത്തൊരു പ്രിൻസിപ്പൽ നോഡാണ് V2. ഇനി ഇതെല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ ഒരു പ്രിൻസിപ്പൽ നോഡായിട്ടല്ല, ഇതെല്ലാം കൂടി ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെഫറൻസ് നോഡായിട്ട് V3 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എത്ര നോഡുണ്ട്? 3 പ്രിൻസിപ്പൽ നോഡുണ്ട്. അതിലൊന്നിനെ റെഫറൻസ് നോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് കറണ്ട് മാർക്ക് ചെയ്യുക. എന്താണ്? പ്രിൻസിപ്പൽ നോഡിൽ നിന്നും കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ V1ൽ നിന്നും ഇങ്ങോട്ടേക്ക് ഞാനൊരു കറണ്ട് മാർക്ക് ചെയ്തു, I1. താഴേക്ക് I2. എപ്പോഴും നമ്മൾ ഔട്ട്വേർഡ്, ഏത് നോഡിൽ നിന്നാണോ എടുക്കുന്നത് അതിന് ഔട്ട്വേർഡ് ആയിട്ട്. ഓക്കെ, I1, I2, I3. ഇനി ഈ നോഡിൽ നിന്ന് ഇതിന്റെ ബാക്കിയാണ് I3 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് I4, ഇങ്ങോട്ടേക്ക് I5, ഇങ്ങോട്ടേക്ക് I6. ഓരോ ബുക്കിലും ഡിഫറെന്റ് മെത്തേഡ് നിങ്ങൾക്ക് കാണും. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരൊറ്റ മെത്തേഡിൽ തന്നെ എല്ലാം പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? KCL അപ്ലൈ ചെയ്യുക. 2 നോഡിലും KCL അപ്ലൈ ചെയ്യണം. നേരത്തെ പ്രോബ്ലത്തിൽ ഒരു നോഡ് മാത്രമേ ഉണ്ടായിരുന്നു, ഇവിടെ 2 നോഡിലും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. നമ്മൾ അപ്ലൈ KCL അറ്റ് V1 എന്ന് പറയുന്ന നോഡിൽ KCL അപ്ലൈ ചെയ്യുക. അപ്പൊ KCL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇവിടെയുള്ള കറണ്ടുകൾ ഏതൊക്കെയാ? I1 പ്ലസ് I2 പ്ലസ് I3 വിച്ച് ഇസ് ഈക്വൽ ടു 0. നെറ്റ് കറണ്ട് ഇൻ ദാറ്റ് ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. ഇനി KVL അപ്ലൈ ചെയ്തോ? എങ്ങനെയാ I1, I2, I3യുടെ ഇക്വേഷൻ എഴുതുന്നത്? നമുക്ക് I1 ഇതാണ്, ഇങ്ങനെയല്ലേ വരുന്നത്, ഇവിടെ വരെ അല്ലേ? അപ്പൊ ഇനി ഇതാ V1 ഹയർ പൊട്ടൻഷ്യൽ V1. ഏത് നോഡിൽ നിന്നാണോ കൺസിഡർ ചെയ്യുന്നത് അവിടെ ഹയർ പൊട്ടൻഷ്യൽ V1. ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്കാ, -100 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ്, ഏക റെസിസ്റ്റൻസ് 20. V3 ഉണ്ട്, -V3 കൂടി ഉണ്ട്, പക്ഷേ അത് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെ. പ്ലസ് I2ന്റെ ഇക്വേഷൻ പറഞ്ഞു V1
അവിടെ അതിൻ്റെ ഇടയിൽ പിന്നെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല, അപ്പോൾ മൈനസ് ഒന്നും ഉണ്ടാവില്ല. ഡിവൈഡഡ് ബൈ 10 പ്ലസ് ഐത്രന്റെ ഇക്വേഷൻ പറഞ്ഞോ, V1 മൈനസ് V2. നമുക്ക് ഇവിടെ ഈ ഒരു നോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് 15 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിന്റെ LCM കാണാം. LCM നമുക്കറിയാം, ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാം 60 ആണ് LCM. 20ഉം 10ഉം 15ഉം കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ 60 ആണ്. അപ്പൊ 60 ആക്കണമെങ്കിൽ ഇവിടെ 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ നോക്ക്, ഇവിടെ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ന്യൂമറേറ്ററിൽ 3V1 മൈനസ് 3 × 100 300 പ്ലസ് ഇവിടെ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 6V1 പ്ലസ് ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ന്യൂമറേറ്ററിൽ 4V1 മൈനസ് 4V2 വിച്ച് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 60 എന്നുള്ള അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 16 ആവും. 0 × 60 എന്ന് പറഞ്ഞാൽ 0. Let it be equation number 1. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി സോറി, ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്തിടാം. അതായത് V1 ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്താം. 3V1 ഉണ്ട്, 6V1 ഉണ്ട്, 4V1 ഉണ്ട്. അപ്പൊ എന്താ വരിക, 13V1 13V1 പ്ലസ് V2 സോറി മൈനസ് 4V2 അല്ലേ, മൈനസ് 4V2 V2ന്റെ മൈനസ് 4V2 മാത്രമേ ഉള്ളൂ. മൈനസ് 4V2 മൈനസ് 300 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 300. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. സിമിലർലി ഇതേപോലെ എന്ത് ചെയ്യുക, അപ്ലൈ KCL അറ്റ് V2 എന്ന് പറയുന്ന നോഡിൽ KCL അപ്ലൈ ചെയ്യുക. അപ്പൊ KCL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക, I4 അല്ലേ, അവിടെയുള്ള കറണ്ട് I4 പ്ലസ് I5 പ്ലസ് I6 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി I4ന്റെ I5ന്റെ I6ന്റെ ഇക്വേഷൻ കാണാം. I4 കാണാം, V2 നിന്ന് V1ലേക്കാണ്, ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡ് വരെ. ഓക്കെ, ഇവിടെ റെഫറൻസ് നോഡിലേക്കല്ല, ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ വരിക, ഹയർ പൊട്ടൻഷ്യൽ V2 എടുക്കണം. V2 മൈനസ് V1 ഡിവൈഡ് ബൈ 15. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുത്തത്, V1 കൺസിഡർ ചെയ്യുമ്പോൾ V1 മൈനസ് V2 എന്നാണ്, V2 കൺസിഡർ ചെയ്യുമ്പോൾ V2 മൈനസ് V1 ഡിവൈഡ് ബൈ 15 പ്ലസ് I5 V2 മൈനസ് V3 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ V2 ബൈ 10 പ്ലസ് V2 അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നോക്ക്, മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് സൈൻ കൺവെൻഷൻ. അപ്പൊ എന്താ വരിക, പ്ലസ് 80 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 0. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരിക, അല്ല സാർ ഇവിടെ എങ്ങനെ V2 പ്ലസ് 80, ഇവിടെ V1 മൈനസ് 100 വരുന്നത്. ഇവിടെ എന്താണ്, ഈ കറണ്ട് പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അപ്പോൾ മൈനസ് 100. ഇവിടെ മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് ഈ കറണ്ട് ഇങ്ങനെ പോകുന്നത്, മൈനസിലൂടെ കയറി പ്ലസിലേക്ക്. അപ്പൊ എന്താ, പ്ലസ്. ഓക്കെ, ഇനി അവിടെ LC എടുക്കുക. 15ഉം 10ഉം കോമൺ ആയിട്ട് പോകുന്നത് 30. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലായിടത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3V2 മൈനസ് സോറി ഇവിടെ 30 അല്ലേ ആക്കേണ്ടത്, അപ്പൊ 3 അല്ല, 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 30 ആവുക. അപ്പൊ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2V2 മൈനസ് 2V1 പ്ലസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 × 10 ആണ് 30. അപ്പൊ 3V2 പ്ലസ് ഇവിടെയോ 3 കൊണ്ട് തന്നെ 3V2 പ്ലസ് 3 × 80 എന്ന് പറഞ്ഞാൽ 240 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിന് ഇക്വേഷൻ 2 ആക്കണ്ട, അത് സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ 2 ആക്കാം. ദെൻ V1 V2ന്റെ ഒക്കെ എടുക്കാം. മൈനസ് 2V1 ഉണ്ട്. ഓക്കെ, മൈനസ് 2V1. ഇനി V1 ഒന്നുമില്ല. V2 2V2 3V2 5V2 പ്ലസ് 3V2 അപ്പോൾ 8V2 വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 240 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 240. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ നോക്ക്, നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. ഇത് രണ്ടും സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മെഷ് അനാലിസിൽ, അതേപോലെ ഡയറക്റ്റ് അല്ലെങ്കിൽ മാട്രിക്സ് മെത്തേഡോ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ മോഡ് എടുക്കുന്നു, ഇക്വേഷൻ എടുക്കുന്നു, അതിൽ 2 അൺനോൺസ് V1ഉം V2 അൺനോൺസ്. അപ്പൊ അതിന്റെ ഇത് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിന്റെ കോഎഫിഷ്യന്റ് V1ന്റെ കോഎഫിഷ്യന്റ് 13, ദെൻ V2ന്റേത് -4, കോൺസ്റ്റന്റ് വാല്യൂ 300 വിച്ച് ഇസ് ഈക്വൽ ടു ദെൻ -2 V1 അടുത്ത ഇക്വേഷനിൽ V1ന്റെ കോഎഫിഷ്യന്റ് -2, ദെൻ 8, ദെൻ -240 ഇസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് V1ന്റെയും V2ന്റെയും വാല്യൂ കിട്ടി.
V1ന്റെ വാല്യൂ നമുക്ക് കിട്ടത് 15. ഓക്കെ, V1ന്റെ വാല്യൂ 15. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 15 വോൾട്ട്. സിമിലർലി V2 ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ V2ന്റെ വാല്യൂ കിട്ടി -26.25 വോൾട്ട്. V1ന്റെ V2ന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ? ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട്, അതായത് I1, I2, I3, I4, I5, I6 കാണാൻ പറ്റും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. I1 കാണാൻ, അപ്പോൾ I1ന്റെ ഇക്വേഷൻ എടുക്കുക. V1 മൈനസ് 100/20. അതിൽ V1ന്റെ സ്ഥാനത്ത് I1 നമുക്കറിയാം, V1 മൈനസ് 100/20. ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി. V1ന്റെ എത്ര വാല്യൂ? 15. 15 മൈനസ് 100/20, അതായത് -85/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I1ന്റെ ആൻസർ കിട്ടും, ആംപിയർ. അത് ചെയ്ത് നോക്കാം. ദെൻ I2 എങ്ങനെ കാണാം? I2ന്റെ ഇക്വേഷൻ V1/10. V1 എത്രയാ? 15/10 ഈക്വൽ ടു 1.5 ആംപിയർ. സിമിലർലി I3 എന്താ? V1 മൈനസ് V2/15 അല്ലേ? V1 എത്രയാ? 15 മൈനസ് V2 മൈനസ് 26, അപ്പോൾ -26.25 ഡിവൈഡ് ബൈ 15. അപ്പോൾ 15 പ്ലസ് 26.25, അതായത് 41.25 ഡിവൈഡ് ബൈ 50. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടും. അതേപോലെ I4 കാണുമ്പോൾ എങ്ങനെയാ? V2 മൈനസ് V1/15, അതായത് -26.25 മൈനസ് 15 ഡിവൈഡ് ബൈ 15. അതേപോലെ I5 V2 മൈനസ് 26.25/10. ദെൻ അതേപോലെ I6ഉം കാണും. ക്ലിയർ? ഇതാണ് അടുത്തൊരു പ്രോബ്ലം. ഇനി ഒന്ന് രണ്ട് KTU പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പല കാൽക്കുലേറ്ററും പല രീതിയിലാണ്. അപ്പോൾ നോർമലായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ചിലതിൽ 991 ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാൽക്കുലേറ്ററിൽ എങ്ങനെ, ഈ ടൈപ്പ് കാൽക്കുലേറ്ററിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഉദാഹരണമായിട്ട് I have two equations, 13V1 minus 4V2 equal to 300, minus 2V1 plus 8V2 equal to minus 240. തൊട്ട് മുമ്പ് നമ്മൾ ആ പ്രോബ്ലത്തിലുള്ള ഇക്വേഷൻ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇതിൽ V1 V2 രണ്ട് അൺനോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാൽക്കുലേറ്ററിലും എല്ലാ ടൈപ്പിലും മോഡിൽ പോവുക, മോഡ് എടുക്കുക. അപ്പോൾ അതിൽ ചിലതിൽ ഡയറക്റ്റ് ഇക്വേഷൻ വരും, ഈ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വരും. ഇതിലിപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ചിലതിൽ വേറെ ഒരു ഗ്രിഡ് ആയിട്ട് വരും, പല ടൈപ്പിൽ വരുന്നത്. ഏതിലായാലും അതിൽ ഇക്വേഷൻ, ഇതിലിപ്പോൾ അഞ്ചാമത്താണ് ഇക്വേഷൻ. സോ 5 അഞ്ചാമത്തെ ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് നോക്കുക ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് വരുന്നത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ANX + BNY = CN, അത് രണ്ട് അൺനോൺ വരുന്നതാണ്. അടുത്ത 3 അൺനോൺ ആണെങ്കിൽ XYZ 3 അൺനോൺ വരുന്നത്. ഇനി പോളിനോമിയൽ ആണെങ്കിൽ അടുത്ത അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ രണ്ട് അൺനോൺസ് വരുന്നത് കൊണ്ട് അതിൽ ഒന്നാമത്തെ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഫോർമാറ്റ് കിട്ടും. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഇക്വേഷൻ്റെ V1ന്റെ കോഎഫിഷ്യൻറ്റ്, അതായത് 13. ഈ 13 ആണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 13 ടൈപ്പ് ചെയ്യുക, ഈക്വൽസ്. ദെൻ അടുത്തത് V2ന്റെ കോഎഫിഷ്യൻറ്റ് -4. ഈ മൈനസ് നോക്കണേ, -4 ഈക്വൽസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാ? 300 ഈക്വൽസ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഡയറക്റ്റ് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ അടിച്ചു പോയത്. സെക്കൻഡ് ഇക്വേഷനിൽ V1ന്റെ കോഎഫിഷ്യൻറ്റ് -2 ഈക്വൽസ്. ദെൻ V2ന്റെ കോഎഫിഷ്യൻറ്റ് 8 ഈക്വൽസ് കോൺസ്റ്റന്റ് വാല്യൂ -240 വിച്ച് ഇസ് ഈക്വൽ ടു എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ V1ന്റെ വാല്യൂ ആണ്. എത്രയാ? 15 വോൾട്ട്. V1ന്റെ വാല്യൂ കിട്ടി. എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ ഇതിലൊരു കീ ഉണ്ട്, S to D എന്ന് പറഞ്ഞ കീ. ഇത് അങ്ങോട്ട് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ V2ന്റെ കിട്ടും. V2ൻ്റെത് ഡെസിമലിൽ -26.25 ഓക്കെ വോൾട്ട്. അപ്പോൾ V1ഉം V2 കിട്ടി. ഈ രീതിയിലാണ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. അടുത്തൊന്ന് നോക്കാം, 3 അൺനോൺസ് വരുന്നത്. അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മോഡിൽ പോവുക, ഇക്വേഷൻ ഫിഫ്ത്ത് വൺ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. 3 അൺനോൺസ് ആകുമ്പോൾ രണ്ടാമത്തതാണ് എടുക്കേണ്ടത്. ANX + BNY + CNZ = DN, അതായത് രണ്ടാമത്തത് സെക്കൻഡ് വണ്ണ് എൻ്റർ ചെയ്യുക. എന്നിട്ട് മാട്രിക്സിൽ നോക്കുക, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ V1ന്റെ കോഎഫിഷ്യൻറ്റ് 31 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ V2ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, -6 V3 ആണെങ്കിൽ അവിടെ V2ന്റെ സ്ഥാനത്ത് 0 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ V2ന്റെ സ്ഥാനത്തുണ്ട് -10 ഈക്വൽസ് V3ൻ്റെത് -6 which is equal to constant value 300 equals. Then second equation V1 into -5
-5 മൈനസും പ്ലസും ഒക്കെ നോക്കണം. ദെൻ 23 അല്ലെങ്കിൽ കംപ്ലീറ്റ് മാർക്ക്. ദെൻ -15 ദെൻ 0. ദെൻ ഇവിടെ ഇപ്പോൾ V1 ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യണേ. ഇവിടെ ഇപ്പോൾ V1 ഉണ്ട് -4 ദെൻ -20 ദെൻ 29 ദെൻ -40 ഈക്വൽസ് എടുക്കുക. എഗെയിൻ ഈക്വൽസ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ V1 കിട്ടി. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ S/D. ഓക്കെ, 12.05 വോൾട്ട് V1. സിമിലർലി V2 എന്താണ്? എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ Y കിട്ടി. S/D കൺവേർട്ട് ചെയ്യുക. ഇതാണ് S/D എന്ന് പറഞ്ഞാണ് കൺവേർഷൻ. 5.1 വോൾട്ട്. ദെൻ V3 ഈക്വൽ അടിക്കുക. Z അതായത് S/D 3.8 വോൾട്ട്. ഈ രീതിയിലാണ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ഫൈൻ. ഓക്കെ, ഇനി KTU ജൂൺ 2022 ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ നോഡ് വോൾട്ടേജ് V1 ആൻഡ് V2. V1 V2 അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 4 ഓം റെസിസ്റ്റർ. ഇതിലൂടെയുള്ള ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, I²R. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് കാണാം, സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക? സിമിലർലി V1 V2 പ്രിൻസിപ്പൽ നോഡ് അവർ തന്നിട്ടുണ്ട്. റെഫറൻസ് നോഡ് മാർക്ക് ചെയ്യുക V3 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? നമ്മളെ KCL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന കറണ്ട് I1. V1 എന്ന് കൺസിഡർ ചെയ്യുന്നത് I1, I2, I3. ഇവിടെ V2 എന്ന് I4, I5, I6. ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി KCL അപ്ലൈ ചെയ്യുക അല്ലേ? അപ്ലൈ KCL എവിടെയാ? അറ്റ് V1 ആദ്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, അവിടെയുള്ള കറണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അതിൽ I1ഉം I2ഉം I3 നമ്മൾ കാണുക. I1 എങ്ങനെ ചെയ്താ നോക്ക്. V1 ഹയർ പൊട്ടൻഷ്യൽ V1 മൈനസ്, ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്, മൈനസ് തന്നെയാണ്, 3 ഡിവൈഡ് ബൈ 2 പ്ലസ് I2 V1 ബൈ 3 പ്ലസ് I3 V1 മൈനസ് V2 ഡിവൈഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്തേ. ഇതിൻ്റെ LC എത്ര വരിക? 2ഉം 3ഉം 4ഉം കോമൺ ആയിട്ട് പോകുന്നത് 12 അല്ലേ? അപ്പോൾ 12 ആവണമെങ്കിൽ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 V1 മൈനസ് 3 into 6 18 പ്ലസ് ഇവിടെ 6 കൊണ്ടും 3നെ 12 ആക്കണേ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 V1 പ്ലസ് 4നെ ഇതാക്കണമെങ്കിൽ 12 ആക്കണേ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 V1 മൈനസ് 3 V2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? V1ന്റെ ടേംസ് ആദ്യം എഴുതുക. 6 V1ഉം 4 V1ഉം 10 V1 പ്ലസ് 3 V1. അപ്പോൾ എത്ര വരിക? 13 V1 മൈനസ് 3 V2. ദെൻ മൈനസ് 18 6ഉം 4ഉം 10 13 V1 മൈനസ് 3 V2 മൈനസ് 18 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 18. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ 2 കാണണം. അതെ, അപ്ലൈ KCL അറ്റ് V2ൽ KCL അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? I4 പ്ലസ് I5 പ്ലസ് I6 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ I4ന്റെ ഇക്വേഷൻ എന്താ വരിക? V2 ഇവിടെ നോക്കുക. V2 മൈനസ് V1 ബൈ 4 V2 മൈനസ് V1 ബൈ 4 പ്ലസ് എന്താണ്? V2 I5 V2 ബൈ 2 പ്ലസ് V2 ദെൻ ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്ക് തന്നെയാണ്. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ എത്ര വരുന്നത്? 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ LCM 4 ആയിട്ട് എടുക്കാം. അപ്പോൾ എന്താ വരിക? ഇവിടെ 4 തന്നെയാണ്. അപ്പോൾ V2 മൈനസ് V1 പ്ലസ് 4 ആക്കണമെങ്കിൽ 2V2 പ്ലസ് 4V2 മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? V1ന്റെ ടേംസ് മൈനസ് V1 ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. സോറി, മൈനസ് V1 V2 2V2 അപ്പോൾ 3V2 പ്ലസ് 4V2 7V2 പ്ലസ് 7V2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് 8. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇനി 1ഉം 2ഉം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം.
അപ്പോൾ നമുക്ക് V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ കാൽക്കുലേഷനിൽ ഇക്വേഷൻ എടുക്കുക, രണ്ട് വേരിയബിൾസാണ് നമുക്കുള്ളത്, എടുക്കുക. V1ൻ്റെ കോഎഫിഷ്യൻറ്റ് 13 is equal to V2ൻ്റെത് -3 then 18, അപ്പുറത്ത് -1 then 7 then 8. അപ്പോൾ നമുക്ക് V1ൻ്റെ വാല്യൂ കിട്ടും 1.7. V1 equal to 1.7 volt. Then V2 equal to നമുക്ക് കിട്ടും 1.38. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. V1 1.7 വോൾട്ട്, then V2 1.38 വോൾട്ട്. ഓക്കെ, അപ്പോൾ V1ഉം V2ഉം കിട്ടി. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോഡ് വോൾട്ടേജ് കാണാൻ പോകും. ഇനി എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 4 ohm. പവർ കാണാനുള്ള ഇക്വേഷൻ I² R. അപ്പോൾ ഇവിടെ I എന്താ? ഈ 4 ohമിലൂടെ പോകുന്ന കറണ്ട് I3 ഉണ്ട്, I4 ഓപ്പോസിറ്റാ. അപ്പോൾ I3 മൈനസ് I4 the whole square into R അല്ലേ? അപ്പോൾ I3ൻ്റെ ഇക്വേഷൻ എന്താ? ഇതിൽ I3ൻ്റെ ഇക്വേഷൻ എടുക്കുക. I3ൻ്റെ ഇക്വേഷൻ V1 മൈനസ് V2 by 4 whole minus I4ൻ്റെ ഇക്വേഷൻ എന്താ? V2 മൈനസ് V1 by 4 ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു R. അപ്പോൾ എങ്ങനെ ചെയ്യാം? V1 മൈനസ് V2 എന്ന് പറഞ്ഞാൽ 1.7 മൈനസ് 1.38 ഡിവൈഡ് ബൈ 4 മൈനസ് V2 മൈനസ് V1 1.38 മൈനസ് 1.7 ഡിവൈഡ് ബൈ 4 ഹോൾ സ്ക്വയർ ഇൻറ്റു 4. R എത്ര വരുന്നത്? 4. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? അപ്പോൾ അത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ 0.08 മൈനസ് -0.08 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 0.64 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. വ്യത്യസ്തമായ ഒരു പ്രോബ്ലം. ലേറ്റസ്റ്റ് ആയിട്ട് KTU മെയ് 2024 പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. സർക്യൂട്ട് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താ, അവർ 1, 2, 3 നോഡ് അവരെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡറിൽ നമുക്ക് നോഡ് മാർക്ക് ചെയ്യാം. 1 എന്നുള്ളത് V1, 2 എന്നുള്ളത് V2, 3 എന്നുള്ളത് V3. റെഫറൻസ് നോഡ് V4 which is equal to 0. നോഡ് നമ്മൾ വരച്ചെടുത്തു, മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കറണ്ട് മാർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്ക്, V1 എന്ന് നോക്കാം. ഇങ്ങോട്ടേക്കുള്ള കറണ്ട് I1, ഇങ്ങോട്ടേക്ക് I2, I3, I4. ഏത് ഓർഡറിലും എടുക്കാം കേട്ടോ. I1, I2, I3 ഏത് ഓർഡറിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ I5 കണ്ടിന്യൂസ് ആയിരിക്കണം. I5 എടുത്തു, I6, I7, I8, I9, I10, I11 എല്ലാം ഞാൻ ഒരേ പാറ്റേണിലാണ് ചെയ്യുന്നത്. പല എളുപ്പം മെത്തേഡ് മീൻസ് ഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. പല ബുക്കിലും പല മെത്തേഡാണ്. എല്ലാം നമ്മൾ ചെയ്ത ഒരേ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക് ഇവിടുന്ന്. അപ്പോൾ KCL അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ KCL. ഇവിടെ 3 നോഡ് ഉണ്ട് അറ്റ് V1ൽ KCL അപ്ലൈ ചെയ്യുക. അപ്പോൾ V1ൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 which is equal to 0. ഇനി ഏത് ഇക്വേഷൻ? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V1 ഈ റെസിസ്റ്ററാണ്, നേരെ പോകുന്നത് V3യിലേക്കാണ്. അപ്പം അങ്ങനെ എഴുതണം, V1 മൈനസ് V3 ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് 5, മാറിപ്പോകരുത്, പ്ലസ് അടുത്തത് I2 ഇതാണ് V1 മൈനസ് V2 ബൈ 3, V1 മൈനസ് V2 ബൈ 3 പ്ലസ് I3 താഴേക്കാണ് V1 ബൈ 2 പ്ലസ് I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ നമ്മളിത് നേരത്തെ വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു, ഇവിടെ കറണ്ട് സോഴ്സാണ്. കറണ്ട് സോഴ്സ് ഡയറക്റ്റ് കറണ്ട് അല്ലേ, ഡയറക്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യാം, അല്ലാതെ ഡിവൈഡഡ് ബൈ ഒന്നും ഉണ്ടാവില്ല, കാരണം അതൊരു കറണ്ടാണ്. അപ്പോൾ കറണ്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തത് ഓപ്പോസിറ്റാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ അത് വരുന്നത്, നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ, അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുത്തതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ എന്താ, മൈനസ് കൊടുക്കുക. സെയിം ഡയറക്ഷനിലാണ് പ്ലസ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൈനസ് കൊടുക്കുക. അപ്പോൾ -10, അതായത് I4 ആണ്
പ്ലസ് I4 എന്നുള്ളതിന് മൈനസ് ആണ് നമുക്ക് വരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ -10 ഡയറക്റ്റ് അങ്ങനെ കൊടുത്തത് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതിന്റെ LC എടുക്കുമ്പോൾ എത്ര വരും നോക്കാം. 5 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. കോമൺ ആയിട്ട് പോകുന്ന എത്ര വരിക 15 പോവില്ല, ദെൻ 30 പോകും. ഓക്കെ, യെസ് 30 ആണ് നമുക്ക് ഇതിന്റെ LCM കിട്ടുക. അപ്പോൾ 30 LCM കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം 3v1 ഇവിടെ 30 ആക്കാൻ വേണ്ടിയിട്ട് 3 അല്ല 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 6v1 മൈനസ് 6v3 പ്ലസ് ഇവിടെ 30 ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10v1 മൈനസ് 10v2 പ്ലസ് ഇവിടെ 30 ആക്കാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15v1 മൈനസ് 10നെ 30 ഇവിടെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ കാരണം ഡിവൈഡ് ബൈ 1 ആണ്, 1നെ 30 ആക്കാൻ 30 ഉണ്ട്. അപ്പോൾ -300 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, റീഅറേഞ്ച് ചെയ്യാം. 6v1 ഉണ്ട്, 10v1 ഉണ്ട്, 16v1 പിന്നെ ഒരു 15v1 ഉണ്ട്. അപ്പോൾ 31v1. v2ൻ്റെതോ -10v2 -10v2. ദെൻ v3ൻ്റെതോ -6v3 which is equal to -300 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ +300. Let it be equation number 1. Okay, then similarly apply KCL at V2. V2ൽ KCL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ അവിടുത്തെ കറണ്ട് വരുന്നത് I5 പ്ലസ് I6 പ്ലസ് I7 which is equal to 0. I5 എത്ര വരുന്നത് നോക്കാം. KCL അപ്ലൈ ചെയ്യുമ്പോൾ V2 നോക്കുക, ഇതാണ് താഴേക്കാണ് I5 എടുത്തത്. V2 മൈനസ് V4 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ V2 ബൈ 5 പ്ലസ് I6 V2 മൈനസ് V3 ബൈ 1. V2 മൈനസ് V3 ബൈ 1 പ്ലസ് I7 V2 മൈനസ് V1 ബൈ 3. V2 മൈനസ് V1 ബൈ 3 which is equal to 0. നിങ്ങൾ I1 I2 ഏത് ഓർഡറിലും എടുക്കാം. അപ്പോൾ ഇതിന്റെ ഓർഡർ മാറുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 5ഉം 1ഉം 3ഉം കോമൺ ആയിട്ട് പോകുന്നത് 15. അപ്പോൾ 15 LC എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 15 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3v2 പ്ലസ് ഇവിടെ 15 ആക്കണമെങ്കിൽ 15v2 മൈനസ് 15v3. ഡിനോമിനേറ്റർ ആ പറഞ്ഞ LCയത്തിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണോ അതിന് തന്നെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അർത്ഥം. പ്ലസ് 5v2 മൈനസ് 5v1 which is equal to 0. ഇനി v1ൻ്റെത് മൈനസ് 5v1 പ്ലസ് v2ൻ്റെത് 3v2 15 അപ്പോൾ 18v2 പ്ലസ് ഒരു 5v2 ഉണ്ട് 23v2 then v3ൻ്റെത് മൈനസ് 15v3 which is equal to 0. Let it be equation number 2. Okay, similarly apply KCL at v3. Apply KCL at v3. അപ്പോൾ നോക്ക് v3യിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നത് I7 വരെ എഴുതി, I8 അല്ലേ, I8 പ്ലസ് I9 പ്ലസ് I10 പ്ലസ് I11 which is equal to 0. പറഞ്ഞോ I8 എന്താ വരിക താഴേക്ക് വരുന്നത് V3/4 പ്ലസ് I9 എന്താ വരുന്നത് നോക്ക്. I9 നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് എടുത്തിട്ട് സെയിം ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ആയത് സെയിം ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ മൈനസ്, അതുകൊണ്ട് അവിടെ മൈനസ് നമ്മൾ എടുത്തത് -10. ഇവിടെ എന്താണ് +2 പ്ലസ് I10 ഏതാ ഇങ്ങോട്ടേക്ക് V3 മൈനസ് V2/1 പ്ലസ് I11 V3 മൈനസ് V1 ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 5 which is equal to 0. ഇനി LC എടുക്കുമ്പോൾ 4ഉം 1ഉം 5ഉം കോമൺ ആയിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ചെറിയ സംഖ്യ വരിക. അപ്പോൾ LC എടുക്കാൻ അത്ര കൺഫ്യൂഷൻ വേണം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ അതായിരിക്കും വരിക. ചിലതിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, കിട്ടുന്നില്ല, അത്ര കിട്ടുന്നില്ല എങ്കിൽ ഓക്കെ, ചെറിയ ക്ലാസ് പഠിച്ചതാ. ഇവിടെ 20 എടുക്കാം. അപ്പോൾ 20 ആക്കണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട്. 5v3 പ്ലസ് ഇവിടെ 20 ആക്കണേ /1 എന്നുണ്ടാവും, അത് 20 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 40
പ്ലസ് ഇവിടെ 20 ആക്കണമെങ്കിൽ 20 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 20 v3 മൈനസ് 20 v2 പ്ലസ് ഇവിടെ 20 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4v3 മൈനസ് 4v1 വിച്ച് ഇസ് ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്യാം. v1ന്റെ ടേംസ് മൈനസ് 4v1 പ്ലസ് v2ൻ്റെത് മൈനസ് 20v2. അപ്പോൾ മൈനസ് 20v2. ദെൻ v3ൻ്റെത് 5v3 ഉണ്ട്, 20v3 ഉണ്ട്, 25v3. 25ഉം ഇവിടെ ഒരു 4ഉം 29 പ്ലസ് 29v3 വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 40 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 40. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇക്വേഷൻ 1, 2, 3 കിട്ടിയിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റർ ഇവിടെ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 3 അൺനോൺസ് ഉണ്ട്, v1, v2, v3 ഉണ്ട്. അപ്പോൾ സെക്കൻഡ്, അതായത് അൺനോണിന്റെ എണ്ണം 2 അല്ല 3 ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അതെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് v1, v2, v3 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ എന്നാണ് പറഞ്ഞത്. കറണ്ട് ത്രൂ എന്നാണ്, പക്ഷേ ക്വസ്റ്റ്യനിലുള്ളത് ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്നാണ്. രണ്ടായാലും ചെയ്യാം. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് i1 കാണാൻ പറഞ്ഞ, അല്ലെങ്കിൽ കറണ്ട് ത്രൂ 2 ഓം നമ്മൾ നേരത്തെ ചെയ്തു അല്ലെ. അതേപോലെ ഇപ്പൊ 2 ഓമിലൂടെ ഉള്ള കറണ്ട് കാണാൻ പറഞ്ഞാൽ i3. അപ്പൊ i3ന്റെ ഇക്വേഷൻ എന്താ? v1 മൈനസ് v2/3 ചെയ്ത് കഴിഞ്ഞാൽ, സോറി, i3ന്റെ ഇക്വേഷൻ വരുന്നത് v1/2. v1/2 ചെയ്ത് കഴിഞ്ഞാൽ 2 ഓമിലൂടെ ഉള്ള കറണ്ട് കാണാൻ പറ്റും. ഇവിടെ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്നാണ്, ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് 2 ഓം എന്താണ്? v1 12.05. വോൾട്ടേജ് അക്രോസ് ഈ 3 ഓം എന്ന് പറയുമ്പോൾ എന്താണ്? v1 മൈനസ് v2. v1 മൈനസ് v2 രണ്ടിനും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ 12 മൈനസ് 5.1 ചെയ്യാം. ദെൻ 5 ഓമിൻ്റെത് v2. ഇവിടെ എടുക്കുകയാണെങ്കിലോ 1 ഓമിൻ്റെത് v2 മൈനസ് v3. ഓക്കെ, ഇനി ഇതെടുക്കുകയാണെങ്കിലോ v3. ഓക്കെ, 5 ഓമിൻ്റെ എടുക്കുകയാണെങ്കിലോ v1 v1 മൈനസ് v3 എന്നുള്ള രീതിയിൽ ഓരോന്നിന് അക്രോസുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഈ രീതിയിൽ കറണ്ട് ആണെങ്കിലും വോൾട്ടേജ് ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 3-4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രോബ്ലം ചെയ്യുമ്പോൾ വീഡിയോന്റെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പാറ്റേണും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്, ഡയറക്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.